ഒരു ഗാനമാണ്, സ്വന്തമായിട്ട് എഴുതിയതാണ്, പ്രാർത്ഥനാ ഗാനമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ആദിപരാശക്തിയെയാണ്. സർവ്വതിനെയും സൃഷ്ടിച്ച ഒരു ഈശ്വരിയുണ്ട്, ആ ഈശ്വരിയെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സർവ്വതിനെയും സൃഷ്ടിച്ച ഒരു ഈശ്വരനുണ്ട്, ആ ഈശ്വരനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരിയുണ്ട്, ഈശ്വരി ഉണ്ടെങ്കിൽ ഈശ്വരനുമുണ്ട്. അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ട്, അമ്മയുണ്ടെങ്കിൽ അച്ഛനുമുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വന്തമായ അഭിപ്രായമാണ്, നിങ്ങൾ ഈശ്വരനെയോ ഈശ്വരിയോ ആരെ വേണേ പ്രാർത്ഥിച്ചു, ഏത് ദൈവത്തെ വേണേലും പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിക്കണം. നിങ്ങളൊരു കല്ലെടുത്ത് വെച്ച് അതാ ദൈവമെന്ന് കരുതി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ശക്തി ഉണ്ടാവും. ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഉണ്ട്. അപ്പം തൂണിലും തുരുമ്പിലും ഉണ്ടെങ്കിൽ ശ്രേഷ്ഠരായി നിങ്ങളിലും ഈശ്വരൻ വസിക്കുന്നില്ലേ? ഈശ്വരനിലെല്ലാവരും വസിക്കുന്നുണ്ട്. പലരിലെയും ഈശ്വരൻ ഉറങ്ങുകയാണ്. എന്തിനാ ഉറങ്ങുന്നത്? ദുർപ്രവൃത്തി ചെയ്യുമ്പോൾ, അധർമ്മം ചെയ്യുമ്പോൾ, തനിക്കും മറ്റൊരാൾക്കും ദോഷമുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളിലെ ഈശ്വരൻ ഉറങ്ങിപ്പോകും. ഉറങ്ങി നിങ്ങളെ വിട്ടുപോകത്തില്ല. നിങ്ങൾ മരിക്കുമ്പോഴേ നിങ്ങളെ വിട്ടുപോകത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഈശ്വരനെ ഉറക്കുന്ന പണി ചെയ്യരുത്. അപ്പോൾ പ്രാർത്ഥനാഗാനമാണ് തുടങ്ങുന്നത്. ആദിമാതാവിൻ സൃഷ്ടാവേ ഞങ്ങൾ വിളിക്കും ഈശ്വരിയേ, സർവചരാചര സൃഷ്ടാവേ ഞങ്ങൾ വിളിക്കും ഈശ്വരിയേ, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, ഞങ്ങൾ നിന്നെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കനുഗ്രഹം തന്നിടണേ, ഞങ്ങൾക്കു നന്മകൾ നൽകിയിടണേ, സൽവഴി ഞങ്ങൾക്കു തുറക്കണമേ, ആ വഴി ഞങ്ങളെ നയിക്കണമേ, സൽചിന്ത ഞങ്ങൾക്കു നൽകണമേ, ദുർചിന്തയെല്ലാം മാറ്റണമേ, ദുഃഖങ്ങളെല്ലാം തീർത്തിടണേ, ദുരിതങ്ങളെല്ലാം തീർത്തിടണേ, അറിവുകൾ അനവധി നൽകിയിടണേ, അജ്ഞതയെല്ലാം മാറ്റിയിടണേ. ഇതുപോലെ തന്നെ മാതാവിൻ സൃഷ്ടാവേ എന്നുള്ളത് ഈശ്വരിയെ വാഴ്ത്തിയതെങ്കിൽ ആദിപിതാവിൻ സൃഷ്ടാവേ എന്നും പറഞ്ഞുകൊണ്ടും ഈശ്വരിയെ വാഴ്ത്തും. അതുപോലെ ഈശ്വരനെയും വാഴ്ത്തുന്ന 4 പാട്ടാണ്. അപ്പോൾ ഞാനെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ആരെയും ബലം പ്രയോഗിക്കുന്നില്ല, സ്നേഹമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിച്ചാൽ മതി, അനുസരിച്ചാൽ നിങ്ങൾക്ക് കൊല്ലാം. നല്ലത് എന്തിനും കൂലിയുണ്ട്, കൂലിയില്ലാത്തൊരു ജോലിയില്ല. നല്ലത് ചെയ്താൽ നല്ല കൂലിയും, ചീത്ത ചെയ്താൽ ചീത്ത കൂലിയും കിട്ടും, ശിക്ഷ കിട്ടും, ഈശ്വര ശിക്ഷ. ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല, അതുകൊണ്ട് കുറ്റം ചെയ്യാം. എന്നിട്ട് സമൂഹത്തിന് മുമ്പിൽ ഞാൻ മാന്യനാണെന്ന് നടിക്കുകയും, ആരും കണ്ടില്ലെങ്കിലും നിൻ്റെ മനസാക്ഷി കണ്ടില്ലേ? ഈശ്വരനും ഈശ്വരിയും കണ്ടില്ലേ? കുറ്റം ചെയ്യരുത്. തനിക്കോ മറ്റൊരാൾക്കോ ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. പാപത്തിന് ശമ്പളമുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്ന് പറയുന്നതിലും ഭേദം പാപത്തിന് ശമ്പളം കിട്ടും. നീ ചെയ്ത പ്രവൃത്തിക്ക് നിനക്ക് കൂലി കിട്ടും. നിൻ്റെ വീട്ടിൽ മനസമാധാനം തകരും, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും, വഴക്കുണ്ടാകും. അതുകൊണ്ട് കുറ്റവും പാപവും ഒന്നും ചെയ്യരുത്, ദോഷമാണ്. അറിയില്ലെങ്കിൽ അറിഞ്ഞു, കുറ്റവും പാപവും ചെയ്യരുത്, ദോഷമാണ്. ഈശ്വരന് നിരക്കാത്ത, ഈശ്വരിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചിന്തിക്കരുത്, ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ദുർശീലങ്ങൾ മാറ്റണം, ദുർചിന്തകൾ മാറ്റണം, ദുർപ്രവൃത്തികൾ മാറ്റണം. ദുർശീലം കുട്ടികളൊക്കെ ഇത് കേട്ട് മനസ്സിലാക്കണം. ദുർശീലം തുടങ്ങി വെക്കരുത്. തുടങ്ങി വെച്ചാൽ പിന്നെ അത് നിർത്താൻ വലിയ പാടാണ്. ഏത് ദുർശീലവും, എക്സാമ്പിൾ മദ്യപാനമായാലും ലഹരിയാന്നേലും മയക്കുമരുന്നാന്നേലും ഇതൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ മൊബൈലിൽ ഒത്തിരി സമയം കളിക്കരുത്, കമ്പ്യൂട്ടറിൽ ഒത്തിരി സമയം കളിക്കരുത്.
അതിരാവിലെ എണ്ണിച്ചാൽ ഉടനെ ഈശ്വരനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഈശ്വരിയെ പ്രാർത്ഥിക്കണം, ദൈവത്തെ പ്രാർത്ഥിക്കണം. അതിന് ശരീരശുദ്ധി വരുത്തിയിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ള ജോലികൾ ചെയ്യണം. നമുക്ക് കൂലിയുണ്ട്. ഭൂമിയിൽ എന്ത് കുഴിച്ചു വെച്ചാലും കിളിച്ചു വരും. മനുഷ്യരെ കുഴിച്ചു വെച്ചാലും കിളിച്ചു വരും. അത് നിങ്ങൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. കിളിച്ചു വരും. ഭൂമി ഒന്നിനെയും അകത്തോട്ട് സ്വീകരിക്കുന്നില്ല, എല്ലാം പുറത്തോട്ട് തരത്തേ ഉള്ളൂ. ഒരു സാധനത്തിനെയും ഭൂമി അകത്ത് വെച്ചുകൊണ്ടിരിക്കില്ല, എല്ലാം പുറത്ത് തരും. അതുകൊണ്ട് ഇത് ഭൂമിയാണ്, ദൈവത്തിൻ്റെ സ്വർഗമായി ഈ ഭൂമി എന്ന് പറയുന്നത്. ഇവിടെ അഹങ്കാരവും തോന്നിവാസവും തെമ്മാടിത്തരവും ദുഷ്ടതയും ചതിയും വാഞ്ചനയും കൊള്ളയും കൊള്ളിവെപ്പും കബളിപ്പിക്കലും ഒന്നും നടക്കുകയില്ല. സത്യസന്ധമായി ജീവിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കും നിങ്ങളുടെ അനന്തര തലമുറയ്ക്കുമുള്ളതാണ്. നന്ദി, നമസ്കാരം.